I guess Nisha സൈക്കിൾ പോയിട്ടാണ് പിന്നെ ഞാൻ കുറച്ച് കാലം ഇങ്ങോട്ട് വന്നിട്ട് യൂട്യൂബ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. ഇപ്പം ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. വീഡിയോസ് ഒന്നുകൂടി ആദ്യം മുതൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. അതേപോലെ തന്നെ ട്രൈ മൈ ബെസ്റ്റ് ലെവൽ എന്നൊക്കെയാണ് പറയാ. ഒരു ഫുൾ ടോട്ടൽ പവറിലൂടെ തിരിച്ചു വന്നിട്ടുള്ളത്, പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നെന്ന് കൂടി പറയാം. സ്റ്റാർട്ട് ചെയ്യുന്നത് 2021 അങ്ങനെയാണ്. 2021 യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്തു. പിന്നെ കുറച്ച് കാലം വീഡിയോസ് അപ്ലോഡ് ചെയ്ത് സ്റ്റോപ്പായി പോയി എന്ന് വെച്ചാൽ അന്നേരം ഞാൻ വിചാരിച്ച നല്ലൊരു ഫോൺ വേണം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ നല്ലൊരു ലാപ്പ് വേണം എന്നൊക്കെ. പക്ഷെ ഇപ്പം എൻ്റെ അടുത്ത് നല്ലൊരു ഫോണൊന്നും അല്ല, ചെറിയൊരു ഫോണാണുള്ളത്. പക്ഷെ അതൊന്നും ഉണ്ടാക്കിയൊരു കാര്യമൊന്നുമില്ല. നമ്മുടെ സ്കില്ല് പോലെയാണ് കാര്യങ്ങൾ. ഞാൻ എന്തായാലും ഇനി അങ്ങോട്ടേക്ക് കണ്ടിന്യൂസ് ചെയ്ത് വീഡിയോ ചെയ്യാൻ നോക്കാം മാക്സിമം. കഴിഞ്ഞ സെപ്റ്റംബറിൽ അങ്ങനെ ഞാൻ പാലിൻ്റെ പണിക്ക് പോകുന്നു കുറച്ച് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് 10-20 വർഷം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെല്ലാം കാരണം കൊണ്ട് അതും അവിടെ ബ്രേക്ക് ആയി. ഇപ്പോൾ എനിക്ക് ഒന്നുകൂടി യൂട്യൂബ് ചാനൽ റീസ്റ്റാർട്ട് ആയി തുടങ്ങണമെന്ന് തോന്നി. അതാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്തിനാ ഇപ്പം പറഞ്ഞേ, കുറച്ച് വീഡിയോ ചെയ്തിട്ട് കുറച്ച് വീഡിയോ ചെയ്യൂ, നിർത്തൂ, പിന്നെയും വീഡിയോ ചെയ്യൂ, പിന്നെയും നിർത്തൂ, അങ്ങനെയല്ല. പക്ഷേ ഗൈസ് അതൊന്നും അല്ല. ഞാൻ എന്തായാലും ഇനി അങ്ങോട്ട് മുന്നോട്ട് വീഡിയോ ചെയ്യും. പിന്നെ ഞാനിപ്പം വരുന്നതിനോട് കാരണം വെച്ചാൽ ഞാൻ കഴിഞ്ഞ ജാനുവരിയിൽ കുറച്ച് ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ജനുവരി കുറ്റിയാടി ചന്തയിൽ സ്റ്റാളിട്ട് അത് കഴിഞ്ഞ് ഓർക്കാട്ടേരി പോയി. ഓർക്കാട്ടേരി ഉസ്റ്റാളിട്ട് അതിനുശേഷം റംലാനിൽ സ്റ്റാളിട്ട് അതിനുശേഷം നാദാവത്തെ സ്റ്റാളിട്ട് അത് കഴിഞ്ഞ് മറ്റേ ഇതില്ലേ നമ്മുടെ ചാനയ്ക്കാട് പെരുവണ്ണ വേടം വന്ന സമയത്ത് അവിടെ സ്റ്റാളിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ബിസിനസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് 10-15 ദിവസം വെറുതെ കുത്തിരുന്നേ. അപ്പോൾ നമ്മളോട് ഒരു വേറെ പരിപാടിയുണ്ട്, ഇങ്ങനെ കരിമ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. റോഡ് സൈഡിൽ നിന്ന് കരിമ്പ് ബിസിനസ്. അപ്പോൾ ഇതൊന്നും സ്റ്റേബിൾ അല്ല. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് നമുക്ക് ചെയ്യാം. പക്ഷെ എൻ്റെ അടുത്ത് അത്രക്ക് നല്ല ഐഡിയ ഇല്ല, അതിൻ്റെ ഒരു സ്ട്രാറ്റജി ഇല്ല, അതിൻ്റെ മാർക്കറ്റിംഗ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞോളാം. പക്ഷെ നമ്മളത് ചെയ്യും. ഇങ്ങനെയെങ്കിലും ഒരു നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ബിസിനസ് ചെയ്യും. അപ്പോൾ അതിന് എനിക്ക് നിങ്ങളെ സപ്പോർട്ട് കൂടി വേണം. രാവിലെ നമ്മൾ കൊടുത്തോണ്ടുന്നത് പാനിപ്പൂരി, ഷവർമ പാനിപ്പൂരി, ലോഡർ ഫ്രൈസ്, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ലുക്കൈമത്ത് ഒരു അറബിക് ഡെസേർട്ടാണ്. കറക്റ്റ് അത് അറബിക് ഡെസേർട്ട് അല്ല, ടർക്കിഷ് ഡെസേർട്ടാണ്. ലുക്കൈമത്ത് അതിന്റെ ശരിയായ രൂപമൊന്നല്ല, നമ്മുടെ നാട്ടിലുള്ള ലുക്കൈമത്ത് നമ്മൾ ചെയ്ത് അങ്ങനെ ഇവിടെ എത്തി. ഓർക്കാട്ടേരിയിൽ നിന്ന് ബജി ചെയ്തു. സ്റ്റാർട്ടിങ് ബജി ചെയ്ത് 4 ദിവസം വരെ ബജി ചെയ്തു. മുളക് ബജി. പിന്നെ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ നമുക്ക് ഒന്നിനെ പറ്റി അറിയൊന്നും വേണ്ടിയില്ല. നമ്മൾ ഓരോരുത്തരും നോക്കിയിട്ടെല്ലാം ഇത്. അതുപോലെ തന്നെ കോളിഫ്ലവർ അരിയൊന്നും നമുക്ക് അറിഞ്ഞോളാം. കോളിഫ്ലവർ അരിഞ്ഞ് പഠിച്ച് ഓരോരുത്തരും നോക്കി അത് നമുക്കൊരു സാധനം ചെയ്യണം, അത് വിജയിപ്പിച്ച് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പഠിക്കുന്നൊരു പ്രശ്നമല്ല. അങ്ങനെ അത് 4 ദിവസം വിജയിച്ചു. കാരണം വെച്ചാൽ 4 ദിവസം നമുക്ക് കച്ചവടം കിട്ടിയില്ല. ഒരു 3-3.5 രൂപയുടെ കച്ചവടം മാത്രമേ ഡെയിലി ഉണ്ടായിരുന്നു. അപ്പോൾ പിറ്റേന്ന് മുതൽ നമ്മൾ പ്ലാൻ വേണം. കാരണം വെച്ചാൽ നമ്മളെ സ്റ്റാള് വലിയൊരു സെറ്റപ്പ് ഇല്ലാത്ത സ്റ്റാൾ, ചെറിയൊരു സ്റ്റാളാണ്. അപ്പോൾ തൊട്ടപ്പുറം ബജിക്കടയാണ്. അപ്പോൾ നമ്മളെടുത്ത് കസ്റ്റമർ ഇവിടെ വന്നിട്ട് എടുത്തിട്ടില്ല അപ്പുറത്തേക്ക്. അങ്ങനെ പോയി. അപ്പോൾ അങ്ങനെ ഉള്ള കിക്കുള്ള പരിപാടിയാണ് ബിസിനസ്. അത് അതിൻ്റെ ഇങ്ങനെ നടക്കുക, അതിങ്ങനെ അതിൻ്റെ നമ്മുടെ ആവശ്യങ്ങൾ നടത്തുക, അതിൻ്റെ വയ്യ നടത്തുക, കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുക, ഭയങ്കര ത്രില്ലാണ്. പക്ഷെ ഇതൊന്നും സ്റ്റേബിൾ അല്ല. സീസണൽ ഇപ്പം ജനുവരിയിൽ ചന്ത വന്ന് കുറ്റിയാടി ചന്ത ഒരു 7 ദിവസം. പക്ഷെ അതിൻ്റെ മുന്നേ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. അതിൻ്റെ സ്റ്റാള് നമ്മൾ എടുക്കുന്നുണ്ടാവും, പിടിച്ചെടുക്കുന്നുണ്ടാവും, അതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും ഒരു കേസ് പരിപാടി. പിന്നെ ഓർക്കാട്ടേരിയാണ് ഒരു 10 ദിവസം. അങ്ങനെയാണ് സ്റ്റാളിൻ്റെ പരിപാടി. അപ്പോൾ സ്റ്റാളിന് നമ്മൾ എല്ലാ കൊല്ലം വരും, എല്ലാ കൊല്ലം ഇങ്ങനെ പോകും. പക്ഷെ നമ്മൾ നല്ല സുഖമാണ് പരിപാടി.
നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളാണ്, ഓരോരുത്തരായിട്ട് പരിചയം ഉണ്ടാവും, അങ്ങനെ കുറെ കുളമുണ്ട്. പിന്നെ നമ്മളെന്താക്കി കരിമ്പ് അടിച്ചു പിടിച്ചൊന്നും പരിചയമില്ല. കരിമ്പിന്റെ മലയാളി നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അത് അടിക്കാൻ പോയി. അന്ന് ജസ്റ്റ് നോക്കാം, അന്ന് ഞാൻ തന്നെ അടിച്ച് ആ വീഡിയോ ഞാൻ എന്താക്കാം ഇതിൽ ഒന്ന് അറ്റാച്ച് ചെയ്യും. പറഞ്ഞു വന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള ബിസിനസ് ഏരിയ, കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ബിസിനസ് ഏരിയ. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മാക്സിമം ട്രൈ ആക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്നല്ല നിങ്ങളെന്തായാലും ട്രൈ ആക്കും. പിന്നെ വെച്ചാൽ ഞാൻ കുറച്ചായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പൊ ക്യാമറയിൽ നോക്കി ഒന്ന് ലെവലായി വരണം. അതുപോലെ തന്നെ സംസാരം ഒന്ന് സെറ്റായി. നിങ്ങളെന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചോളാം. ബിസിനസ് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ഐഡിയ നിങ്ങളെ മൈൻഡിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാനത് ചെയ്യും. എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ സ്റ്റേബിൾ ആയിരിക്കണം, ഡിഫറൻറ്റ് ആയിരിക്കണം, ഒരു ഇന്നോവേറ്റീവ് ആയിരിക്കണം. പ്രൊഡക്റ്റിലായാലും സർവീസിലായാലും ഇന്നോവേറ്റീവ്. സീരിയസ് ആയിട്ട് പറയും. അടുത്ത ജനുവരി ആവണം, സീസണുള്ള പരിപാടികൾ അങ്ങനെ കൊല്ലാമല്ലോ, അങ്ങനെ കഴിഞ്ഞു പോകും. പക്ഷെ സ്റ്റേബിൾ ആയിട്ടൊരു ബിസിനസ് ഇറങ്ങി അതിന്റെ വയ്യ നടന്ന് അതിങ്ങനെ വിജയിപ്പിച്ചെടുക്കുമ്പോൾ വേറൊരു ഡിഗ്രി അതൊന്ന് വിഷയം ചെയ്ത് നോക്കിയാണ് നിങ്ങളത്. ആരോ പറഞ്ഞ പോലെ ബിസിനസ് തുടങ്ങി അത് വിജയിപ്പിച്ചെടുക്കുന്നത് ഒരു ബ്രാൻഡാക്കി എടുക്കുന്നത് ലഹരിയല്ല. അതിപ്പം ചെറിയതായിക്കോട്ടെ വലിയതായിക്കോട്ടെ ഒരു സുഖമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡ്രഗ്സ് അടിച്ചിട്ട് അല്ലെങ്കിൽ ഡ്രഗ്സ് അടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഓരോ പരിപാടിയുണ്ട്. ഇപ്പോൾ ഓരോ വേണ്ടാത്ത പരിപാടി, ബാഡായിട്ടുള്ള ഒരുപാട് പരിപാടി, അതൊന്നും അല്ല. ബിസിനസ് തുടങ്ങി അതിൻ്റെ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഓർക്കാട്ടായിട്ട് ചന്ത ഏതാണ്ട് 12 മണി വാടെല്ലാം കഴിയണമെങ്കിൽ കുറ്റിയാടി ചന്ത പോലെ 10 മണി 4 മണിക്ക് കുറ്റിയാടി ചന്ത ക്ലോസ്. പക്ഷേ ഓർക്കാട്ടിൽ 12 മണിക്കാവും. അപ്പൊ അവിടെ ക്ലീനിങ് എല്ലാം പുരയിൽ വന്നത് ഉറങ്ങുകയാണെങ്കിൽ 4-5 മണി, പിന്നെ എന്താക്കും ഒരു 10 മണിക്ക് പിന്നെ പോകും. അപ്പോ രാത്രി എനിക്ക് കണക്ട് ചെയ്യില്ല, ഞാൻ ആ കണക്ട് ചെയ്യില്ല. കണക്ട് ചെയ്ത് പൈസ എല്ലാം നശിപ്പിക്കില്ല. വേറെ ഒന്നും നമുക്ക് അറിയില്ല. അപ്പൊ എന്താണോ എന്തെങ്കിലും വിഷയം. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എന്തെല്ലാം നിങ്ങളെ ഐഡിയ ഉണ്ടോ അതെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുക, സെറ്റാക്കാം. നമുക്ക് എന്തായാലും എത്ര റിസ്ക് എടുത്താലും ഞാൻ അത് തുറക്കും. പിന്നെ ഒരു കാര്യം പറഞ്ഞു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണോ എന്ന് നിങ്ങൾ എന്താക്കി കമന്റിൽ അറിയിക്കും. ഞാൻ അതുപോലെ ചെയ്യാം. എന്നെ കൊണ്ടാകുന്ന അല്ലാത്ത വീഡിയോസും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. See you soon.